5 മീറ്ററിനകത്തായിട്ട് പെങ്കൊച്ച് ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒരു പിടുത്തം വലിക്കുന്നുണ്ട്. അതിൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഇടത്തെ കൈയാണോ വലത്തെ കൈയാണോ ഇവൻ പിടിച്ചിങ്ങനെ തിരിക്കുന്നു. അപ്പോഴേ ഞാൻ പെട്ടെന്ന് താക്കോലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ എന്നിട്ട് ഇതിനെ ബലമായിട്ട് മദ്യപിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിനെ നേരെ ആക്രമിച്ച് കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് വിട്ടിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൂടി വന്ന് ഓട്ടോ ആയതുകൊണ്ട് എനിക്ക് ഓട്ടോ സൈഡിലേക്ക് നിർത്താതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എങ്കിലും ഓട്ടോ നടുക്കന്നെ സെൻറ്ററിൽ തന്നെ ഓട്ടോ നിർത്തിക്കൊണ്ട് ഞാൻ ഈ പെങ്കൊച്ചിനെ അടുത്ത് നിന്ന് എന്നോട് സംസാരിച്ച് വന്നാലും അതിന് പേര് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയുടെ താക്കോല് പിടിച്ചൂരി എന്നെ വലിച്ച് തെളിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട് വിടാൻ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഇതൊരു വെള്ളാഴിയും പോലെ മയക്കം പോലെ ഉണ്ടായി. ഇത് സൈഡിലേക്ക് മറിഞ്ഞ് ആ ഇരുന്നിടത്ത് തന്നെ പുറകോട്ടങ്ങ് വീണ്. അപ്പോൾ തൊട്ട് പുറകിലായിട്ട് പോലീസ് വന്നു. പെട്ടെന്ന് ഞാൻ വണ്ടി ഓടിച്ചെന്ന്, കാരണം പെൺകുട്ടിയാണ് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. മെയിൻ റോഡിൽ തന്നെ പോലീസ് സ്റ്റേഷനോട്ട് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ പെൺകുട്ടിയാണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ പോരാഞ്ഞ് പെട്ടെന്ന് എല്ലാം തൊട്ട് പുറകിലായിട്ട് ബൈക്കിലായിട്ട് പോലീസ് ജീപ്പ് വന്ന് പെട്ടെന്ന് ഞാൻ ജീപ്പ് പോയി കാണിച്ചിട്ട് ഞാൻ എസ് ഐയോട് പറഞ്ഞു, സാർ ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ പോലീസും എസ് ഐയും കൂടെ പെട്ടെന്ന് ഇറങ്ങി വന്ന് പിന്നെ ഞാനിവിടെ കൂടി വേറെ മാധ്യമത്തിൻ്റെ ഒരു ലേഡീസ് ഉണ്ടായിരുന്നു. ആ സിസ്റ്ററോടെ കൂടി ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് കയറ്റി പോലീസിൻ്റെ അവനകത്തോട് ഞങ്ങൾ കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ ആ പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസ് അങ്ങ് പോയി. എന്തായാലും അവനെ പിടിച്ചോണ്ടിവിടെ വന്നപ്പോൾ പെൺകുട്ടി ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൈക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചൊന്ന് തിരിച്ചതായിട്ടുള്ളൂ, അല്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവനെ ഇപ്പോൾ പോലീസ് ഇവിടെ മെഡിക്കൽ എടുത്തിട്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.